ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വരുന്ന, അതായത് തൊട്ടടുത്ത് എക്സാം എഴുതാനിരിക്കുന്ന എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് കടക്കാം. പുരസ്കാരങ്ങൾ. ആദ്യത്തെ പുരസ്കാരം എഴുത്തച്ഛൻ. നമുക്ക് അച്ഛനിൽ നിന്ന് തന്നെ തുടങ്ങാം. എഴുത്തച്ഛൻ പുരസ്കാരം ഒരു കോഡിലൂടെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. കുറച്ച് കോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാം ഓർക്കുക. ആദ്യം തുടങ്ങുന്നത് 2021 മുതലാണ്. ഏതാണ്? 2021 മുതൽക്കാണ് നമ്മുടെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021, 22, 23. അപ്പോൾ നമുക്ക് 1-2 പഠിക്കുമ്പോൾ അതങ്ങ് സെറ്റാകും. നമ്മുടെ കോഡ് വരുന്നത് 2021, 22, 23 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം. വത്സല സേതുവിനോട് വസന്തകാലം എന്നെഴുതാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വത്സല സേതുവിൻ്റെ അടുത്ത് പറയാണ്. വത്സലയും സേതുവും കൂടെ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ വത്സല സേതുവിനോട് പറയാണ്, എടാ നീ ഒന്ന് വസന്തകാലം എന്ന് എഴുതിയേ. എന്താ എഴുതാൻ പറഞ്ഞത്? വസന്തകാലം. അവനൊന്നും അറിയത്തില്ല, പഠിക്കത്തില്ല, മലയാളം എഴുതാനൊന്നും അറിയത്തില്ല. അങ്ങനെ വത്സല ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എടാ സേതു, നീ ഒന്ന് വസന്തകാലം എന്ന് എഴുതൂ. അപ്പോൾ വത്സല സേതുവിനോട് വസന്തകാലം എന്നെഴുതാൻ പറഞ്ഞു. ഇതെന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. വത്സല സേതു വസന്തകാലം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം. നമ്മൾ പി വത്സലയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഫുൾ പഠിച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും തിരിയില്ല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല. 2022 സേതുവിനോടാണ് പറഞ്ഞത്. വത്സല സേതുവിനോട് പറഞ്ഞു. 2022 സേതു എന്താണ് പറഞ്ഞത്? വസന്തകാലമാണ്. വസന്തകാലം എന്ന് എഴുതാനാണ് പറഞ്ഞത്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു. 2023 SK വസന്തൻ. വത്സല സേതുവിനോട് വസന്തകാലം എന്നെഴുതാൻ പറഞ്ഞു. അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ്. ഓടയിൽ കിടന്ന സാറയുടെ ബുദ്ധിനി പ്രാണവായുവിനായി അംബികയെ നോക്കി. അംബിക പറഞ്ഞു, ഗോപികൃഷ്ണൻ മാംസഭോജിയാണ്. എങ്ങനെയാണ്? ഓടയിൽ കിടന്ന സാറയുടെ ബുദ്ധിനി പ്രാണവായുവിനായിട്ടാണ്. എന്തിനാണ്? പ്രാണവായുവിനായി. ഓടയിൽ കിടന്ന സാറയുടെ ബുദ്ധിനി പ്രാണവായുവിനായി അംബികയെ നോക്കി. കുറച്ച് പ്രാണവായു കിട്ടുമോ എന്നറിയാനാണ് സാറയുടെ ബുദ്ധിനി അംബികയെ നോക്കി. അപ്പൊ അംബിക എന്താ പറഞ്ഞത്? ഗോപികൃഷ്ണൻ മാംസഭോജിയാണ്. നിനക്ക് വായു ഒന്നും കിട്ടില്ല, ഗോപികൃഷ്ണൻ മാംസഭോജിയാണ്. ഓടയിൽ കിടന്ന സാറയുടെ ബുദ്ധിനി പ്രാണവായുവിനായി അംബികയെ നോക്കി. അംബിക പറഞ്ഞു, ഗോപികൃഷ്ണൻ മാംസഭോജിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. 2021 സാറയുടെ ബുദ്ധിനി ഓടയിൽ കിടന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓടക്കുഴൽ അവാർഡാണ്. അത് ഓർക്കാനാണ് ഓടയിൽ കിടന്ന എന്ന് പറഞ്ഞത്. ഓടക്കുഴൽ അവാർഡാണ്. സാറയുടെ ബുദ്ധിനി. 2021 സാറ ജോസഫ്. കൃതി ബുദ്ധിനി. സാറ ജോസഫിന്റെ ബുദ്ധിനിക്കാണ് 2021 ഓടക്കുഴൽ പുരസ്കാരം. പ്രാണവായുവിനായി അംബികയെ നോക്കി. 2022 അംബിക സുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2022 അംബിക സുധൻ മങ്ങാട്. കൃതി ഏതാണ്? പ്രാണവായു. പ്രാണവായുവിനായി അംബികയെ നോക്കിയപ്പോ അംബിക എന്താ പറഞ്ഞത്? ഗോപികൃഷ്ണൻ മാംസഭോജിയാണ്. 2023 PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. ഇത് പലയിടത്തും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കവിത മാംസഭോജിയാണ്. ആരാണ്? PN ഗോപികൃഷ്ണൻ. അപ്പൊ നമുക്കൊന്നും ഓർമ്മ വന്നില്ലെങ്കിലും ഗോപികൃഷ്ണൻ മാംസഭോജിയാണ് എന്നൊരു വാക്ക് ഓർമ്മ വന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാനാകും. അപ്പൊ എന്താണ്? ഓടയിൽ കിടന്ന സാറയുടെ ബുദ്ധിനി പ്രാണവായുവിനായി അംബികയെ നോക്കി. അംബിക പറഞ്ഞു, ഗോപികൃഷ്ണൻ മാംസഭോജിയാണ്. 2021 ഓടക്കുഴൽ അവാർഡ് സാറ ജോസഫ് ബുദ്ധിനി. 2022 അംബിക സുധൻ മങ്ങാട് പ്രാണവായു. 2023 PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്.
വയലാർ അവാർഡ്. അങ്ങനെയെങ്കിൽ വയലാർ അവാർഡ് ജേതാക്കൾ ആരാണെന്ന് നോക്കാം. വയലിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ. അപ്പോൾ എന്താണ്? വയലിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ. വയലിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ ഹരീഷിന്റെ മീശ പറിച്ചെടുത്ത് ശ്രീകുമാരന് പെൻഡുലം ഉണ്ടാക്കി കൊടുത്തു. വല്ലാത്ത ചെയ്ത്തായി പോയി അല്ലേ? വയലിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ ഹരീഷിന്റെ മീശ പറിച്ചെടുത്ത് ശ്രീകുമാരന് പെൻഡുലം ഉണ്ടാക്കി കൊടുത്തു. എന്തൊരു പണിയാണ് കാണിച്ചത്? 2021 വയലാർ അവാർഡ് ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അതാണ് കമ്മ്യൂണിസ്റ്റുകാരനായ ബെന്യാമിൻ വയലിൽ പണിയെടുത്തു. വയലാർ അവാർഡാണ് 2021 ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 ആര്, 22 ആര് എന്നൊക്കെ ചോദ്യം വരും. ഈ ഓർഡർ ഇങ്ങനെ തന്നെ വായിക്കുക, എങ്കിലേ നമുക്കിത് കിട്ടും. 2021 ബെന്യാമിൻ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. എന്താണ്? വയലിൽ പണിയെടുക്കുന്ന ബെന്യാമിൻ ഹരീഷിന്റെ മീശയാണ് പറിച്ചെടുത്തത്. 2022 യെസ്, ഹരീഷ് മീശ. ഹരീഷിന്റെ മീശ പറിച്ചെടുത്ത് ശ്രീകുമാരന് അതിലൊരു പെൻഡുലം ഉണ്ടാക്കി കൊടുത്തു. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ 2021, 22, 23 വയലാർ അവാർഡ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് കടക്കാം. പത്മപ്രഭ പുരസ്കാരം. അപ്പോൾ എന്താണ് പത്മപ്രഭ പുരസ്കാരം എന്നുകൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. ആധുനിക വയനാടിന്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡ. ആരാണ്? MK പത്മപ്രഭ ഗൗഡയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശംസി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോ പത്മപ്രഭ പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എത്രയാണ്? 75,000 രൂപയാണ്. അത് മാത്രമല്ല, പത്മരാഗക്കല്ല് പതിച്ച ഒരു ഫലകം ഉണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ട്? ഒരു പ്രശംസി പത്രവും അടങ്ങുന്നതാണ് പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം ആദ്യമായി നേടിയത് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. 1996 ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് ആദ്യമായി പത്മപ്രഭ പുരസ്കാരം നേടിയത്. 2023 സുഭാഷ് ചന്ദ്രൻ, 2024 റഫീഖ് അഹമ്മദ്. തിരിഞ്ഞു പോകരുത്. 2023 പത്മപ്രഭ ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 സുഭാഷ് ചന്ദ്രൻ. 2024 വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നു. ആർക്കാണ്? റഫീഖ് അഹമ്മദ്. JCB പുരസ്കാരം നോക്കാം. മുകുന്ദൻ ഡൽഹിയിലെ JCB കൊണ്ടുവന്ന് ജാവേദിന് ഒരു പാരഡൈസ് ഒരുക്കി. ആണ്ടവൻ പെരുമാൾ മുരുകന്റെ അടുത്ത്. എവിടെയാണ്? മുകുന്ദൻ ഡൽഹിയിൽ നിന്ന് JCB കൊണ്ടുവന്നു. എന്തിന്? ജാവേദിന് ഒരു പാരഡൈസ് ഒരുക്കാൻ. എവിടെ? ആണ്ടവൻ പെരുമാൾ മുരുകന്റെ അടുത്ത്. മുകുന്ദൻ ഡൽഹിയിലെ JCB കൊണ്ടുവന്ന് ജാവേദിന് ഒരു പാരഡൈസ് ഒരുക്കി. ആണ്ടവൻ പെരുമാൾ മുരുകന്റെ അടുത്ത്. ഇപ്പോൾ JCB പുരസ്കാരം 2021 M മുകുന്ദൻ. ഡൽഹി ഗാഥയുടെ പരിഭാഷയായ ഡൽഹി എ സോളിലോക്കി ആയിരുന്നു. എന്താണ്? ഡൽഹി ഗാഥ എഴുതിയത് M മുകുന്ദനാണ്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഡൽഹി എ സോളിലോക്കി ആയിരുന്നു 2021. പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഫാത്തിമ EV. ആരാണ്? ഫാത്തിമ EVയും നന്ദകുമാർ കെയും ചേർന്നാണ് M മുകുന്ദന്റെ ഡൽഹി ഗാഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ഡൽഹി എ സോളിലോക്കി തയ്യാറാക്കിയത്. അതിനാണ് 2021 JCB പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മുകുന്ദൻ ഡൽഹിയിലെ JCB ആണ് കൊണ്ടുവന്നത്. ആർക്ക്? ജാവേദിന് ഒരു പാരഡൈസ് ഒരുക്കാൻ. 2022 JCB പുരസ്കാരം ഖാലിദ് ജാവേദ്. ദി പാരഡൈസ് ഓഫ് ഫുഡ്. എന്താണ്? ദി പാരഡൈസ് ഓഫ് ഫുഡ് എന്ന കൃതിക്ക്
ഖാലിദ് ജാവേദിനാണ് 2022 JCB പുരസ്കാരം ലഭിക്കുന്നത്. ഇത് ഒരു ഉറുദു ഭാഷാ നോവലാണ്. ദി പാരഡൈസ് ഓഫ് ഫുഡ് ഒരു ഉറുദു ഭാഷാ നോവലാണ്. ഇതിനെ വിവർത്തനം ചെയ്തത് ബാരൻ ഫാറൂഖി. ആരാണ്? ബാരൻ ഫാറൂഖിയാണ് ഇതിനെ വിവർത്തനം ചെയ്തത്. ഇപ്പോ ജാവേദിന് ഒരു പാരഡൈസ് ഒരുക്കിയത് എവിടെയാണ്? ആണ്ടവൻ പെരുമാൾ മുരുകന്റെ അടുത്ത്. ആണ്ടവൻ പെരുമാൾ മുരുകൻ. 2023 JCB പുരസ്കാരം പെരുമാൾ മുരുകനാണ്. ആണ്ടവൻ ആലണ്ടപ്പാച്ചി. ആലണ്ടപ്പാച്ചി എന്ന കൃതിക്കാണ്. ആണ്ടവനെ നിട്ടുന്നേ ഉള്ളൂ. ആലണ്ടപ്പാച്ചി എന്ന കൃതിക്കാണ്. അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ്. എന്താണ്? ഫയർ ബേർഡ് എന്ന കൃതിക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ജനനി കണ്ണൻ. ജനനി കണ്ണനാണ് നമ്മുടെ പെരുമാൾ മുരുകന്റെ ആലണ്ടപ്പാച്ചി എന്ന നോവൽ ഫയർ ബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആരാണ്? ജനനി കണ്ണൻ. അപ്പോ കോഡ് തിരിഞ്ഞു പോകരുത്. എന്താണ്? മുകുന്ദൻ ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന JCB. അങ്ങനെയാണ് മുകുന്ദൻ ഡൽഹിയിലെ JCB കൊണ്ടുവന്ന് ജാവേദിന് ഒരു പാരഡൈസ് ഒരുക്കി ആണ്ടവൻ പെരുമാൾ മുരുകന്റെ അടുത്ത്. ഓർത്തിരിക്കുക, 2021, 22, 23 ആണ് നമ്മൾ കോഡ് ഉപയോഗിച്ച് പറഞ്ഞവയെല്ലാം. തകഴി പുരസ്കാരം 2022 തകഴി പുരസ്കാരം M മുകുന്ദൻ, 23 MK സാനു. അപ്പോ തകഴിക്ക് രണ്ടും എമ്മിലാണ് വന്നത്. 2022, 23. 22 ആയപ്പോ M മാത്രമേ ഉള്ളൂ, M മുകുന്ദൻ. 23 ആയപ്പോ കെയും കൂടെ വന്നു, MK സാനു. 2023 തകഴി പുരസ്കാരം MK സാനു, 2022 M മുകുന്ദൻ. മറ്റു പുരസ്കാരങ്ങളിലേക്ക് കടക്കാം. ജ്ഞാനപ്പാന പുരസ്കാരം 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് മധുസൂദനൻ നായർക്കാണ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് മധുസൂദനൻ നായരാണ്. അങ്ങനെയെങ്കിൽ വളരെ ലേറ്റസ്റ്റ് ആണ്. 2024 ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ONV പുരസ്കാരം 2023 C രാധാകൃഷ്ണൻ. ONV പുരസ്കാരം 2023 ലഭിച്ചത് C രാധാകൃഷ്ണനാണ്. 2024 ലഭിച്ചത് പ്രതിഭ റായ്. 2024 ലഭിച്ചത് പ്രതിഭ റായ്. 2023 ലഭിച്ചത് C രാധാകൃഷ്ണൻ. കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം. നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. എങ്ങനെയാണ്? കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന്റെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭൻ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാരം. എന്താണ്? സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. മറ്റത് എന്തായിരുന്നു? കേരള നിയമസഭ പുസ്തകോത്സവത്തിന്റെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം. പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭന്. പിന്നെ അടുത്തത് എന്താണ്? സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയയ്ക്കാണ്. 2024 38ാമത് മൂലൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് K രാജഗോപാലനാണ്. കൃതി പതികാലം. K രാജഗോപാലൻ പതികാലം. ചോദിക്കാം, പതികാലം എഴുതിയത് ആരാണ്? K രാജഗോപാലനാണ്. പ്രത്യേകത 2024 38ാമത് മൂലൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? E സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. എന്താണ്? നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് E സന്തോഷ് കുമാറിന് 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. ക്ലാസ് മിസ്സാക്കാതെ തന്നെ എല്ലാവരും കാണുക. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്